ഞെട്ടിക്കുന്ന സംഭവമാണ് ദീപകിൻ്റെ ആത്മഹത്യ. അതുമായി ബന്ധപ്പെട്ട് കുടുംബം നിയമ നടപടി ആരംഭിച്ചിരിക്കുന്നു. നമുക്കൊപ്പം ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി LG ലിജീഷ് ചേരുകയാണ്. ഇപ്പോൾ ആ മാതാപിതാക്കളുമായി സംസാരിച്ചു. അവരുടെ ഏക ആശയമാണ് ഇല്ലാതായിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഈ വിഷയത്തിലുള്ള ഡിവൈഎഫ്ഐയുടെ ഇടപെടൽ? അതുപോലെ ആ കുടുംബത്തിന് എന്തൊക്കെ തരത്തിൽ നിയമസഹായം ലഭ്യമാക്കാൻ കഴിയും? ദാരുണമായ സംഭവമാണ് ഇന്നിവിടെ ഉണ്ടായിട്ടുള്ളത്. ദീപകിൻ്റെ മാതാപിതാക്കളെ കണ്ടു സംസാരിച്ചു. ഇപ്പോൾ സൈബർ ഇടങ്ങൾക്കകത്തെ ആൾക്കൂട്ട വിചാരണയുടെ ഒരു ദുരന്ത ഫലമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സൈബർ ഇടങ്ങളിൽ ചില ആളുകൾ ഇത് കൈകാര്യം ചെയ്യുന്നത് അവരുടെ ലൈക്കും റീച്ചും ഷെയറൊക്കെ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ തെറ്റായ ഇടപെടലൂടെ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുകയാണ്. അവിടെ വാദവും വിധിന്യായമെല്ലാം അവർ പുറപ്പെടുവിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഇടപെടലൊക്കെ നടത്തുന്ന സമയത്ത് ഒരു നാച്ചുറൽ ജസ്റ്റിസും സോഷ്യൽ ജസ്റ്റിസൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം. അവരുടെ ഭാഗം കേൾക്കാനോ എന്താണ് സംഭവിച്ചതെന്ന് യഥാർത്ഥ വസ്തുവിലേക്ക് എത്താനോ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതൊന്നുമില്ലാതെ സൈബർ ഇടങ്ങൾക്കകത്തേക്ക് കൊത്തിക്കീറാൻ വേണ്ടി ഇത്തരം സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുകയും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ, ഇതിനെ മറികടക്കാൻ കഴിയാത്ത ആളുകൾ മറ്റ് ആത്മഹത്യയും മറ്റ് സംവിധാനങ്ങളിലേക്കും പോവുകയാണ്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരു കാരണവശാലും ആവർത്തിക്കപ്പെടാൻ വേണ്ടി പാടില്ല. നമുക്ക് നിലവിൽ നിയമ സംവിധാനങ്ങളുണ്ട്, പോലീസുണ്ട്, കോടതികളുണ്ട്. ഇനി അത്തരത്തിൽ എന്തെങ്കിലും തെറ്റായ പ്രവണതകൾ എവിടെയെങ്കിലും നടന്നാൽ തന്നെ തെളിവിന് വേണ്ടിയാണ് ശേഖരിക്കുന്നതെങ്കിൽ പോലും അതെല്ലാം കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് ഇവിടെ. പക്ഷേ ഇത് സൈബർ ഇടത്തിൽ തന്നെ വിധിയും പ്രഖ്യാപിക്കുകയാണ്, വിധിന്യായവും ഒരു വ്യക്തി തന്നെ പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് വരികയാണ്. തീർച്ചയായും ഇത് ആവർത്തിക്കപ്പെടാൻ വേണ്ടി പാടില്ലാത്തതാണ്. ഈ കുടുംബത്തോടൊപ്പം DYFI ഉണ്ടാകും. നിയമ നടപടിയുമായി മുമ്പോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് എല്ലാവിധ സഹായവും DYFIയുടെ ഭാഗത്ത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സംഭവത്തെ ശക്തമായി അപലപിക്കുകയും ചെയ്യുകയാണ്. പ്രായമായ മാതാപിതാക്കളാണ്, അവർ വല്ലാത്തൊരവസ്ഥയിലാണ്. അതെ, അവരെ സംബന്ധിച്ചിടത്തോളം ഏക മകനാണ്. ഈ കുടുംബത്തെ എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഈ മകനിലൂടെയാണ്. ഈ മകനെ സംബന്ധിച്ച് അവർക്കെല്ലാം വലിയ പ്രതീക്ഷയാണുള്ളത്. ഈ വീട് കൈകാര്യം ചെയ്യുന്നവട്ടെ, അമ്മയാവട്ടെ, അച്ഛനാവട്ടെ എല്ലാം ആ നിലയിൽ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന പോകുന്ന ഒരാളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. പ്രതീക്ഷയറ്റ് നിൽക്കുകയാണ് അവർ. യഥാർത്ഥത്തിൽ വലിയ അപകടത്തിലേക്കാണ് അവർ പോകുന്നത്. ഞങ്ങളെല്ലാം അവരെ ആശ്വസിപ്പിച്ചു. പക്ഷേ നമ്മുടെ ഒന്നും കയ്യിലില്ലാത്ത നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എല്ലാവിധ മാനസികവും അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും സംവിധാനങ്ങളെല്ലാം DYFIയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. കുടുംബത്തിൻ്റെ നിയമ നടപടിക്ക് എല്ലാ പിന്തുണയും DYFI ഉറപ്പ് നൽകുകയാണ്. കോഴിക്കോട് നിന്ന് ജയൻ കല്യാശ്ശേരിക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.